വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട സർവകക്ഷി യോഗം ഇന്ന് ചേർന്നിരുന്നു. മുഖ്യമന്ത്രിയും വിവിധ വകുപ്പ് മന്ത്രിമാരും സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. വയനാടിന്റെ പുനർനിർമ്മാണം, അതാ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് ആദ്യം വീടുകൾ നിർമ്മിച്ചു നൽകുക, വാഗ്ദാനം ചെയ്ത ടൗൺഷിപ്പ് അത് ലോകോത്തര നിലവാരത്തിൽ ഗുണനിലവാരം ഉറപ്പാക്കി നിർമ്മിക്കുക എന്നുള്ളതൊക്കെയാണ് വയനാട് പുനരധിവാസം എന്ന ആശയത്തിലേക്ക് കടക്കുമ്പോൾ പ്രഥമ പരിഗണനയിലുള്ളത് എന്നതാണ് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനമായി വരികയും ചെയ്തത്. എന്തായാലും ഏറെ ആശ്വാസകരമാകുന്ന ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. സർവകക്ഷി യോഗത്തിന്റെ വിശദമായ വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. നാടിനെ നടുക്കിയ മഹാദുരന്തം സംഭവിച്ചിട്ട് നാളെ ഒരു മാസം പൂർണ്ണമാവുകയാണ്. എന്തായാലും അതിജീവനത്തിന്റെ പാതയിലാണ് ഇപ്പോൾ വയനാട് മുണ്ടക്കയും ചൂരൽമലയും ഇട്ടമലയും ഒക്കെ ഉള്ളത്. അതിജീവനത്തിന്റെ പുതിയ വഴികൾ, പുനരധിവാസത്തിന്റെ വഴികൾ ആലോചിക്കാനായി ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. സർവകക്ഷി യോഗത്തിൽ എല്ലാ പാർട്ടികൾക്കും അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. എന്തായാലും 1000 സ്ക്വയർ ഫീറ്റർ വിസ്തീർണമുള്ള ഒറ്റ നില കെട്ടിടം എല്ലാവർക്കുമായി പണിയാൻ, ഒരേ രീതിയിൽ എല്ലാവർക്കും ഒറ്റ നിലയുള്ള വീട് പണിയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇനി എപ്പോഴെങ്കിലും ഇതിന് മുകളിലേക്ക് വീടുകൾ പണിയാൻ ആഗ്രഹമുള്ളവർക്ക് വീട് പണിയാൻ സാധിക്കുന്ന രീതിയിലായിരിക്കും ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണം എന്നുള്ളതും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സഹായങ്ങൾ ഒക്കെ തന്നെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യവും സൃഷ്ടിക്കും എന്നുള്ളതാണ് സർവകക്ഷി യോഗത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത്. വിലങ്ങാട് ദുരന്തവും വലിയ രീതിയിലുള്ള ദുരന്തം തന്നെയാണ് വിലങ്ങാടും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ജീവൻ കൂടുതൽ നഷ്ടപ്പെടാതിരുന്നത് സാമൂഹ്യ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ദുരന്ത മേഖലയിൽ ഇടപെടാൻ ആവശ്യമായ ബോധവൽക്കരണ സംവിധാനങ്ങൾ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി ഇന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം അറിയിക്കുകയുണ്ടായി. വീട് നഷ്ടപ്പെട്ടവർക്കാണ് പുനരധിവാസത്തിൽ മുൻഗണന നൽകുക. മാറി താമസിക്കേണ്ടി വന്നവരെ രണ്ടാം ഘട്ടത്തിൽ പരിഗണിക്കും. പുനരധിവാസ പാക്കേജിൽ ജീവനോപാധി ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. പരമാവധി പേർക്ക് തൊഴിൽ ഉറപ്പുവരുത്തും. അവർക്ക് എല്ലാ സ്ത്രീകൾക്കും അവർക്ക് താല്പര്യമുള്ള തൊഴിൽ ഏർപ്പെടുന്നതിന് ആവശ്യമായ പരിശീലനം നൽകുമെന്നും ഇന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. വാടക കെട്ടിടങ്ങളിൽ കച്ചവടം നടത്തുന്നവരെ കൂടി പുനരധിവാസത്തിന്റെ ഭാഗമായി സംരക്ഷിക്കും. അതുപോലെ തന്നെ ബാങ്കുകളിൽ നിന്നും കടമെടുത്തിട്ടുള്ളവർക്ക് പരമാവധി ബാങ്കുകളെല്ലാം തന്നെ ഇപ്പോൾ കടം എഴുതിത്തള്ളാൻ അല്ലെങ്കിൽ വായ്പകൾ എഴുതിത്തള്ളാനുള്ള തീരുമാനത്തിലാണുള്ളത്. എന്നാൽ എല്ലാ ബാങ്കുകൾക്കും അത് ഒരുപോലെ സാധ്യമാകണമെങ്കിൽ ബാങ്കിംഗ് മേഖല ഒട്ടാകെ ഭരണസമിതികളാണ് തീരുമാനിക്കേണ്ടത്. ആ തീരുമാനം എന്താണെന്ന് പിന്നീട് അറിയിക്കും എന്നുള്ള കാര്യമാണ് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. റിസർവ് ബാങ്കിനെയും കേന്ദ്ര ധനമന്ത്രാലയത്തെയും ഇക്കാര്യത്തിൽ ബന്ധപ്പെടും എന്നുള്ള കാര്യവും ഇന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തികൾ കടം ഈടാക്കുന്നത് പൊതുധാരണയ്ക്ക് എതിരാണെന്നും ജില്ലാ ഭരണ സംവിധാനം ഇതിൽ ശക്തമായി ഇടപെടും എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി ഇന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം അറിയിക്കുകയുണ്ടായി. സ്പെഷ്യൽ പാക്കേജാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നാളെ 30 ദിവസം പൂർത്തിയാവുകയാണ്. ഈ ദുരന്തം സംഭവിച്ചതിന് ശേഷം 30 ദിവസം നാളെ പൂർത്തിയാവുകയാണ്. എന്നാൽ ഈ ഒരു മാസത്തിനിടയിൽ തന്നെ പുനരധിവാസ പ്രക്രിയകൾ നടക്കാനുള്ള എല്ലാ തീരുമാനങ്ങളും നടപ്പിലാക്കി എന്നുള്ളതാണ്. മാത്രമല്ല ക്യാമ്പുകളിൽ നിന്ന് താൽക്കാലിക പുനരധിവാസത്തിലേക്ക് എല്ലാവരെയും മാറ്റി അവരുടെ സ്വകാര്യത സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് 728 കുടുംബങ്ങളെ, ക്യാമ്പുകളിലുണ്ടായിരുന്ന 728 കുടുംബങ്ങളെയും മാറ്റി താമസിപ്പിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെപ്റ്റംബർ 2-ാം തീയതി ഈ ദുരന്ത മേഖലയിൽ പെട്ട സ്കൂളുകളിലെ കുട്ടികൾക്ക് പ്രവേശനോത്സവം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ കുട്ടികളുടെയും തുടർ വിദ്യാഭ്യാസമടക്കം എല്ലാ രീതിയിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സംവിധാനം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രവേശനോത്സവം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സൈക്ലോൺ മുന്നറിയിപ്പുകൾ നല്ല രീതിയിൽ ലഭ്യമാകുന്നുണ്ടെങ്കിലും ഉരുൾപൊട്ടൽ പോലെ ഇപ്പോൾ സംഭവിച്ച കാര്യത്തിൽ വേണ്ടത്ര മുന്നറിയിപ്പുകൾ ലഭ്യമാകേണ്ടതുണ്ട് എന്നുള്ള കാര്യവും ഇന്ന് സർവകക്ഷി യോഗത്തിന് ശേഷം അറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ദുരന്ത ബാധിത മേഖലകളിൽ അവർക്ക് പുനരുജ്ജീവനത്തിന് ആവശ്യമായ എല്ലാ പണവും, അതായത് സംഭാവന എന്നുള്ള രൂപത്തിലും മറ്റും ലഭിച്ച എല്ലാ തുകയും കൃത്യമായും കൊടുക്കാനും സാധ്യമായിട്ടുണ്ട്. അതിന് സാധ്യമായ എല്ലാ വഴികളും സർക്കാർ തേടിയിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇന്ന് സർവകക്ഷി യോഗത്തിൽ അറിയിക്കുകയുണ്ടായി. അതിവേഗം പുനരധിവാസത്തിലേക്ക് കടക്കുന്നു കാര്യങ്ങൾ എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്.